എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു മഴ ദിവസമാണ്. ഇവിടെ മഴ തുടങ്ങി. ഇപ്പോൾ രാവിലെ യോഗ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക സാധാരണ. എന്നിട്ടാണ് കൂട്ടാത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കണത് എന്താണെന്ന്. രാവിലെ തന്നെ ഡിസൈഡ് ചെയ്ത് അതൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് പുട്ടുണ്ടാക്കി. അരിപ്പുട്ടാണ്. അരിപ്പുട്ടും പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാലിപ്പൂവമ്പഴമാണ് എനിക്കിഷ്ടം. ഞാലിയാണ്. അപ്പോൾ ഞങ്ങൾ ഞാലിപ്പൂവമ്പഴവും മേടിക്കുള്ളൂ. പിന്നെ അതുള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറെ കടലയും പയറൊന്നും വെള്ളത്തിലിട്ടില്ല. ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടും പഴവും. അപ്പോൾ എന്നാൽ കൂട്ടാൻ എന്താണെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇന്നലെ വെച്ച മാമ്പഴ കൂട്ടാനുണ്ട്. മാമ്പഴ കൂട്ടാൻ അത് ഞങ്ങൾക്ക് ധാരാളം മതി, 2 പേർക്ക്. എന്തുണ്ടാക്കാലും ബാലൻസാണ്. അപ്പോൾ പുട്ട് തന്നെ ഇത് കണ്ട, അത് 2 ഒരേ കഷ്ണം ഞങ്ങൾ തിന്നത്, ബാക്കി കിളികൾക്കും. എന്നാലും ശരി, ബാക്കി വരും. അപ്പോൾ പുട്ടും പഴവും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു മെഴുക്കുവരട്ടി കൂടി ഉണ്ടെങ്കിൽ സംഭവമാകും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 3-4 ദിവസമായി ഒരു കുഞ്ഞ് കപ്പങ്ങ ഇവിടെ ഇരിക്കണം. അപ്പം നമ്മുടെ അടുത്തേക്ക് ഒരു സാധനം, ഒരു 2 ഉരുളക്കിഴങ്ങ് മാത്രം, അല്ലെങ്കിൽ ഒരു ഇത്തിരി അച്ചിങ്ങ മാത്രം, അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ വേറെ എന്തിനെങ്കിലും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ആദ്യം അച്ചിങ്ങ മെഴുക്കുവരട്ടാന്ന് പറഞ്ഞാൽ അച്ചിങ്ങ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ കപ്പങ്ങ ഇരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അച്ചിങ്ങ കുറച്ചെടുത്തു. അപ്പം ഇത് നമ്മൾ നുറുക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ അച്ചിങ്ങയും ആ കപ്പങ്ങയും കൂടി അങ്ങോട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞാൻ വെച്ചത് കണ്ടോ, കുറേ ദിവസമായി ഈ ചൊരക്ക ഞാൻ എന്ന് കാണിച്ചത്. അത് ഇങ്ങനെ ഇരുന്ന് മറന്നു, ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്ന് മറന്നു പോവുക. ശ്രദ്ധിക്കൽ ഈ 2 പേരാകുമ്പോൾ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കും, അത് ബാലൻസ് ഉണ്ട്. പിറ്റേ ദിവസം അത് മതി, എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അങ്ങനെ 2 പേരാകുമ്പോൾ ഒട്ടും ചിലവില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിരിക്കണം. അപ്പോൾ ഇതെടുത്ത് പുറത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് കാണില്ല. എന്നാൽ ഇന്ന് ഈ ചൊരക്കയും അപ്പം ഈ വെജിറ്റബിളുകാർ പറയേണ്ട ടീച്ചർ, ഈ ചെമ്മീൻ മാത്രമായിട്ട് പറയല്ലേ, ഞങ്ങളെ വെജുകാരെയും കൂടി ഒന്ന് പരിഗണിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് ഇതും കൂടി കറി വയ്ക്കുന്നത് കാണിക്കാം. അപ്പം നോക്കിയപ്പോഴാണ് മാമ്പഴക്കൂട്ടായിരിക്കുന്നുണ്ട്. ഈ കപ്പങ്ങയും. എന്നാൽ ശരി, ഇന്ന് കപ്പങ്ങയും അച്ചിങ്ങയും കൂടി മെഴുക്ക് വരട്ടാം, മാമ്പഴ കൂട്ടാനും കൂടി ഇന്ന് കഴിച്ചു കൂട്ടാം. നാളെ ഇതും പരിപ്പും കൂടി ഒരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ മെനു അതാണ്. രാവിലെ പുട്ടുമ്പഴവും, ഉച്ചയ്ക്ക് മാമ്പഴക്കൂട്ടാനും, അച്ചിങ്ങയും ഒരു ചെറിയ കപ്പങ്ങയും കൂടി മെഴുക്ക് വരട്ടി. ഓക്കേ, അപ്പം നാളെ നമുക്ക് അത് കാണാം. വെജുകാർക്ക് വേണ്ടിയിട്ട് നാളെ പരിപ്പിട്ട് വെക്കാം. ഓക്കെ, പുട്ട് തിന്നിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് വിശക്കും. ഇതാകുമ്പോൾ ഇത്തിരി ലേറ്റ് ആയാലും സാരമില്ലല്ലോ. ഇതാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണം. എത്ര കഴിക്കുള്ളൂ? 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1/2 ഗ്ലാസ് വലുതാന്ന് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണം, അതിൽ പകുതി ഉള്ളൂ കേട്ടോ. നല്ല പുട്ടാണ്, നൈസായിട്ടുള്ള പുട്ടുപൊടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പഴമാണെങ്കിലും നല്ലോണം പഴുത്തു. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?